പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. മത്തായി 4:17 യേശു തൻ്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ യേശു പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. ജെറമിയ 17:9 കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യൻ്റെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമാണ്. മാനസാന്തരം ആവശ്യപ്പെടുവാനാണ് കർത്താവ് പറയുന്നത്. യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് അനുതാപവും മാനസാന്തരവുമാണ്. മത്തായി 6:33 യേശു പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നീതിയും എന്താണെന്ന് ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നമുക്ക് ബോധ്യമാകുന്നതും ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെ നാം കടക്കുമ്പോഴാണ്. നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള അനുതാപവും പശ്ചാത്താപവും ഉണ്ടാകുമ്പോൾ നമ്മിൽ മാനസാന്തരം ഉണ്ടാകും. നാം പാപങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. നമ്മിൽ നിന്ന് ദൈവം മുഖം മറയ്ക്കുകയാണ് ചെയ്യുന്നത്. യെശയ്യാ 1:15 കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. യെശയ്യാ 1:18 കർത്താവ് നമ്മെ മാടി വിളിക്കുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് അനുദപിക്കുവാനും മാനസാന്തരപ്പെടുവാനുമാണ്. അപ്പോഴാണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. നാം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന തിന്മയുടെ മാലിന്യങ്ങൾ ധാരാളമുണ്ട്. നാം അധികം പ്രാധാന്യം അവർക്ക് കൊടുക്കാറില്ല. അതത്ര തിന്മയാണെന്ന് നമുക്കത്ര ബോധ്യവും ഇല്ല. നാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വിദ്വേഷം, സ്വാർത്ഥത, അഹങ്കാരം, ജഡിക പാപങ്ങൾ, അത്യാഗ്രഹം, വെറുപ്പ്, ഇതെല്ലാം നമ്മെ അശുദ്ധരാക്കി മാറ്റുകയാണ്. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുകയാണ്. നാം ഇതെല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ ഇതൊന്നും ആരും അറിയുന്നില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല. ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. ദൈവത്തെ നമുക്ക് കബളിപ്പിക്കാനും സാധിക്കുകയില്ല. മത്തായി 15:18 തിരുവചനം പറയുന്നു, വായിൽ നിന്ന് വരുന്നതെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുശ്ചിന്ത, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അപ്പോൾ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. ജെറമിയ 4:14 കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് ജോയേൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നത്. ജോയേൽ 2:13 നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ. നമ്മുടെ ഹൃദയത്തിൽ മാനസാന്തരമുണ്ടാകണം. എങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.